തീർച്ചയായും മനസ്സിലേറെ സന്തോഷം നൽകുന്ന ഒരു കാഴ്ചയാണ്. നല്ലൊരു കൈയ്യടി നമ്മുടെ ബഹുമാനപ്പെട്ട മന്ത്രിക്ക് നൽകുക. എല്ലാവർക്കും നമസ്കാരം. ഞാൻ ഓൾ കേരള ഫോട്ടോഗ്രാഫേഴ്സ് അസോസിയേഷന്റെ സംസ്ഥാന പ്രസിഡന്റ് AC ജോൺസൺ. നമ്മുടെ 41ാം സംസ്ഥാന സമ്മേളനം നമ്മുടെ ഈ എറണാകുളം ജില്ലയിലെ കലൂരിനടുത്തുള്ള ഗോകുലം പാർക്കിൽ വെച്ച് നടത്തുകയാണ്. 16-17 തീയതികളിൽ നടക്കുന്ന ഈ സംസ്ഥാന സമ്മേളനം, ഈ സംഘടനയ്ക്ക് രൂപം കൊണ്ട ഈ ഒരു എറണാകുളത്ത് തന്നെ ഈ 41ാം സംസ്ഥാന സമ്മേളനം നടത്തുന്നത് വളരെയധികം സന്തോഷം നൽകുന്ന ഒരു കാര്യമാണ്. അതിനേക്കാൾ ഉപരിയായി കഴിഞ്ഞ 41 വർഷക്കാലം ഈ സംഘടനയെ നയിച്ച എല്ലാ ഭാരവാഹികളെയും അതോടൊപ്പം തന്നെ ഈ ഒരു സംഘടനയ്ക്ക് വേണ്ടിയിട്ട് ത്യാഗപൂർണമായിട്ടുള്ള പ്രവർത്തനം നടത്തിയ ആദ്യകാല നേതാക്കളെയും ഈ തരണത്തിൽ നന്ദിയോടെ ഓർക്കുകയാണ്. 41ാം സംസ്ഥാന സമ്മേളനം ഈ ഒരു നാട്ടിൽ ഈ ഒരു എറണാകുളത്ത് നടക്കുമ്പോൾ നമുക്ക് ഈ സംഘടന കഴിഞ്ഞ 41 വർഷം നേടിയ ഈ ഫോട്ടോഗ്രാഫി, വീഡിയോഗ്രാഫി അനുബന്ധ തൊഴിൽ മേഖലയ്ക്ക് വേണ്ടി നേടിയെടുത്ത ഒട്ടേറെ നല്ല പ്രവർത്തനങ്ങളുണ്ട്. പൊതുവിൽ തൊഴിൽ മേഖലയ്ക്കും അതോടൊപ്പം തന്നെ AKP പ്രസ്ഥാനത്തിനകത്തുള്ള മെമ്പർമാർക്കും ഒരു സുരക്ഷിതത്വ ബോധം ഉണ്ടാക്കി കൊടുക്കാൻ സംഘടനയ്ക്ക് സാധിച്ചിട്ടുണ്ട്. അത് കാലാകാലങ്ങളിൽ വന്ന നേതാക്കന്മാരുടെ പ്രവർത്തന ഫലമായിട്ടാണ്. ആ നേതാക്കന്മാർ മുന്നോട്ട് വയ്ക്കുന്ന ആശയങ്ങൾ തീർച്ചയായിട്ടും മുഴുവനായിട്ട് ഏറ്റെടുക്കുന്ന പ്രവർത്തകരും ഉണ്ടാകുമ്പോൾ നമ്മുടെ മെമ്പർമാർക്ക് അനുകൂലമായിട്ടുള്ള ഒത്തിരിയേറെ പ്രവർത്തനങ്ങൾ, പദ്ധതികൾ നമുക്ക് ആവിഷ്കരിക്കാൻ സാധിക്കുന്നുണ്ട്. നമുക്ക് പ്രത്യേക ഒരു ഘട്ടത്തിലാണ് നമ്മളൊരു വെൽഫെയർ തുടങ്ങണമെന്നുള്ളൊരു ആവശ്യം അല്ലെങ്കിൽ ആലോചന നമ്മുടെ ജില്ലയിൽ, നമ്മുടെ സംസ്ഥാനത്ത് നടന്നത്. ഏറെ ബഹുമാനപ്പെട്ട മുൻ സംസ്ഥാന പ്രസിഡന്റ് ശ്രീ TJ വർഗീസ് ഭാരവാഹിത്വത്തിൽ ഇരിക്കുമ്പോൾ തന്നെയാണ് നമുക്കൊരു വെൽഫെയർ എന്നുള്ളൊരു ആശയം മുന്നോട്ട് വെച്ചുകൊണ്ട് മുന്നോട്ട് പോയത്. തീർച്ചയായിട്ടും ഇന്ന് ഒരു അംഗം മരണപ്പെടുമ്പോൾ അദ്ദേഹത്തിന്റെ കുടുംബത്തിന് 50,000 രൂപ മരണാനന്തര സഹായം കൊടുക്കാൻ ആ വെൽഫെയറിലൂടെ നമുക്കിന്ന് സാധിക്കുന്നുണ്ട്. അതുപോലെ തന്നെയാണ് അംഗങ്ങൾ ഒരുപാട് യാത്ര ചെയ്യുന്നവരാണ് ഈ ഫോട്ടോഗ്രാഫി മേഖലയിലുള്ള, പ്രത്യേകിച്ച് AKPയുടെ മെമ്പർമാരായാലും ഈ ഫോട്ടോഗ്രാഫി തൊഴിൽ മേഖലയിലുള്ള എല്ലാവരും തന്നെയായാലും. പക്ഷെ അവർക്കൊക്കെ ഈ യാത്ര ചെയ്യുമ്പോൾ എല്ലാവരും അപകടത്തിൽ പെടുന്നതല്ല. പക്ഷെ എങ്കിലും വേണ്ടിയിട്ട് അവർക്കൊരു നിത്യജീവിതത്തിൽ ഉണ്ടാകുന്ന അപകടങ്ങളിൽ നിന്ന് ഒരു സംരക്ഷണം എന്ന് പറഞ്ഞാൽ അവർക്ക് വലിയ ഭാരിച്ച ചെലവുകളാണ് വരുന്നത്. അപ്പൊ അത്തരത്തിലൊരു ചിന്ത വന്നപ്പോഴാണ് നമ്മൾ ഇൻഷുറൻസ് പദ്ധതിയിലേക്ക് നമ്മളുടെ ശ്രദ്ധ പോയത്. നമ്മൾ കഴിഞ്ഞ ഒരു 7 വർഷക്കാലമായിട്ട് നമ്മൾ ഇൻഷുറൻസ് പദ്ധതിയിൽ നമ്മൾ പരമാവധി എല്ലാ അംഗങ്ങളെയും ചേർത്തുകൊണ്ട് മുന്നോട്ട് പോവുകയാണ്. അത് കഴിഞ്ഞിട്ടാണ് നമ്മുടെ സാന്ത്വനം പദ്ധതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു AKP പ്രസ്ഥാനത്തിന്റെ ഒരു മുഖമുദ്രയായിട്ട് ഇന്ന് സാന്ത്വനം പദ്ധതി മാറിയിരിക്കുകയാണ്. സാന്ത്വനം പദ്ധതിക്കകത്ത് നമുക്ക് ഒരു അംഗം മരണപ്പെടുമ്പോൾ നമ്മൾ ഈ പ്രവർത്തന വർഷം കൊടുക്കുന്നത് 9,66,000 രൂപയാണ്. നമ്മളിപ്പോൾ ഇതുവരെ 3 വർഷമായി സാന്ത്വനം പദ്ധതി തുടങ്ങിയിട്ട് ആ 3 വർഷത്തിനകത്ത് നമ്മൾ ഒട്ടേറെ കുടുംബങ്ങൾക്ക് താങ്ങായി തണലായി മാറാൻ ഈ പദ്ധതി മൂലം നമുക്ക് സാധിച്ചിട്ടുണ്ട്. നമുക്ക് ഏറ്റവും അഭിമാനകരമായ ഒരു വർഷത്തിലൂടെയാണ് നമ്മളിപ്പോൾ കടന്നു പോകുന്നത്. അഭിമാനകരമായ വർഷത്തിൽ AKP പ്രസ്ഥാനം കടന്നു പോകുന്നത് ഏറ്റവും അഭിമാനകരമായിട്ടുള്ള ഒരു വർഷത്തിലൂടെയാണ്. നമ്മുടെ സ്ഥാപക നേതാക്കളായിട്ടുള്ള ജോസഫ് ചെറിയാൻ സാറിന്റെയും സാരംഗപാണി സാറിന്റെയും നാമധേയത്തിൽ ഓരോ ഭവനങ്ങൾ നമ്മുടെ അംഗങ്ങൾക്ക് പണിതു കൊടുക്കാൻ നമുക്ക് സാധിച്ചു. വളരെ ചാരിതാർത്ഥ്യത്തോടു കൂടിയിട്ടാണ് ഈ ഒരു ഭാരവാഹികൾ നമ്മുടെ ഈ പ്രവർത്തനങ്ങളുമായിട്ട് മുന്നോട്ട് പോയത്. അതിൽ ഏറ്റവും അഭിമാനം എന്ന് തോന്നുന്നത് ആ 2 ഭവനങ്ങൾ പണിയുമ്പോഴും അതിന്റെ ഓരോ മണൽത്തരിയിലും AKP പ്രസ്ഥാനത്തിനകത്തുള്ള 17,159 മെമ്പർമാരുടെയും പങ്കാളിത്തമുണ്ട് എന്നുള്ളത് നമുക്ക് അതിലൂടെ നമുക്ക് കാണാൻ സാധിക്കും. തീർച്ചയായിട്ടും AKP പ്രസ്ഥാനം ഒത്തൊരുമയോടുകൂടി നിർമ്മിച്ച 2 ഭവനങ്ങൾ, അത് നമ്മൾ എവിടെയാണോ സാന്ത്വനം വേണ്ടത്, എവിടെയാണോ പരിഗണന വേണ്ടത്, ആ പരിഗണന നടക്കുന്ന മേഖലയിലെല്ലാം സംഘടന ഇടപെടുകയും സംഘടന അതിനു വേണ്ടിയിട്ടുള്ള പ്രവർത്തനങ്ങൾ ചെയ്യുകയാണ്. അതുപോലെ നമ്മൾ ചൂരൽമലയിൽ വലിയ ദുരന്തമുണ്ടായപ്പോൾ നമ്മൾ അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് നമ്മൾ രംഗത്തിറങ്ങി നമ്മൾ 2 ഭവനങ്ങൾ പണിതു കൊടുക്കാനുള്ള ഒരു ആശയം മുന്നോട്ട് വെച്ചു. തീർച്ചയായിട്ടും നമുക്ക് സാധിക്കുന്ന തലത്തിൽ സാധിക്കുന്ന പോലെ നമുക്ക് 2 ഭവനങ്ങൾ പണിതു കൊടുക്കാനുള്ള ഒരു സാഹചര്യം നമ്മൾ ഉണ്ടാക്കി വെച്ചു. തീർച്ചയായിട്ടും അതൊക്കെ നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിച്ചു. ഇപ്പോൾ അടുത്ത് തന്നെ നമ്മൾ അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് അതിന്റെ പ്രവർത്തനങ്ങൾ ആരംഭിക്കുന്നതാണ്. അങ്ങനെ നമ്മുടെ അംഗങ്ങൾക്ക് ആവശ്യകരമായിട്ടുള്ള
ഏതൊരു സാഹചര്യത്തിലും നമ്മൾ അംഗങ്ങൾക്കൊപ്പമാണെന്നുള്ള ആശയം പ്രകടിപ്പിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്ന ഒരു പ്രസ്ഥാനമാണ് AKP പ്രസ്ഥാനം. അത് ഒരു മാലയിൽ കോർത്ത മുത്തുമണികൾ പോലെ ഒറ്റക്കെട്ടായി നിന്നുകൊണ്ടാണ് ഈ സംഘടന മുന്നോട്ട് പോകുന്നത്. ഞങ്ങൾ ആരെയും നമ്മുടെ ഈ AKPയുമായിട്ട് താരതമ്യം ചെയ്യാൻ ആഗ്രഹിക്കുന്നില്ല. പ്രവർത്തിക്കാൻ കഴിയുന്നവർ പ്രവർത്തിക്കട്ടെ, സംരക്ഷണം കൊടുക്കാൻ സാധിക്കുന്നവർ സംരക്ഷണം കൊടുക്കട്ടെ എന്നുള്ള ആശയമാണ് AKPയെ മുന്നോട്ട് വയ്ക്കുന്നത്. തീർച്ചയായിട്ടും ഈ ഒരു പ്രൗഢഗംഭീരമായിട്ടുള്ള ഈ ഒരു നമ്മുടെ സമ്മേളന നഗരിയിൽ ഏറെ ബഹുമാനായിട്ടുള്ള വ്യവസായ വകുപ്പ് മന്ത്രിയാണ് ഇന്ന് നമുക്ക് പൊതുസമ്മേളനം ഉദ്ഘാടനം ചെയ്തത്. 2 മണിക്ക് നമ്മൾ ഇവിടെ പ്രകടനം ആരംഭിക്കുന്നു. നമ്മുടെ പൊതുസമ്മേളനം ആരംഭിക്കുന്നത് നമ്മൾ 4 മണിക്കാണ്. ഏറെ പ്രിയപ്പെട്ട ഞാൻ, അതുപോലെ തന്നെ ബഹുമാനരായിട്ടുള്ള നമ്മുടെ ജനപ്രതിനിധികൾ, നമ്മുടെ MLA-മാരൊക്കെ ഇതിനകത്ത് പങ്കെടുത്തുകൊണ്ട് പോവുകയാണ്. കക്ഷി രാഷ്ട്രീയങ്ങൾക്ക് അതീതമായി, ജാതിമത ചിന്തകൾക്ക് അതീതമായി ഈ തൊഴിൽ മേഖലയുടെ സംരക്ഷണത്തിന് വേണ്ടി നിലകൊള്ളുന്ന ഒരു സംഘടന, അതാണ് AKP. AKPയിൽ അംഗമാകുമ്പോൾ അഭിമാനം കൊള്ളാം. എന്താ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരേ സമയം സുരക്ഷിതത്വവും അതോടൊപ്പം തന്നെ അംഗങ്ങളുടെ സുരക്ഷിതത്വവും അതോടൊപ്പം തന്നെ അവരുടെ കുടുംബത്തിന്റെ സംരക്ഷണവും ഏറ്റെടുക്കുന്ന സംഘടനയാണ് AKPയെ. ആ AKPയിൽ അംഗമാകുന്നതിൽ അഭിമാനം കൊള്ളുന്നു. 41ാം സംസ്ഥാന സമ്മേളനത്തിന് എല്ലാവിധ അഭിവാദ്യങ്ങളും അതുപോലെ തന്നെ ഈ അവസരത്തിൽ നേരുകയാണ്. ജയ് AKP. നമുക്കൊരു 10 ക്രെഡിറ്റ് വെച്ചിട്ടൊരു 500 ക്രെഡിറ്റുള്ളിൽ നമുക്ക് പറയുന്നത്. അപ്പോൾ നമുക്കത് കൃത്യമായി നമ്മൾ ഉപയോഗിക്കുകയാണെങ്കിൽ നമുക്ക് ഇതൊരു നല്ല ബെനിഫിറ്റുള്ള ഒരു സംഗതിയാണ്. അതുപോലെ തന്നെ ഇത് ചെയ്യുമ്പോൾ നമുക്ക് വേണ്ട എഡിറ്റുകൾ ഫോട്ടോഷോപ്പിന്റെ കൂടെ സഹായത്തോടെ കൃത്യമായിട്ട് ചെയ്യുവാൻ സാധിക്കും. ഇത് കുറച്ച് സമയം എടുക്കും ഈ ടോപ്പാസ് ബ്ലൂം ഇത് അപ്സ്കേലായി വരാനും. അപ്പോൾ ഫിൽറ്ററുകളാണ് ഫോട്ടോഷോപ്പിലുള്ള ഈ ഫിൽറ്ററുകൾ എന്ന് പറഞ്ഞാൽ ഒന്ന് യുവർ ഡിസൈൻ ക്യാൻ ലുക്ക് എന്നുള്ള ആ ഒരു സംഗതി മാറിയിട്ട് 41st സ്റ്റേറ്റ് കോൺഫറൻസ് നമ്മൾ ടൈപ്പ് ചെയ്യാതെ തന്നെ നമുക്ക് അവിടെ സെയിം ഫോണ്ടിൽ തന്നെ നമുക്ക് അവിടെ ലഭിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഈ ആളെ നമുക്ക് മാറ്റണമെങ്കിൽ അതും സെലക്ട് ചെയ്യുന്നു. നല്ല എല്ലാവരും സുഖമായിരിക്കുന്നത്, കുഴപ്പമില്ല.
63 mm ആണ് ഏതാ മറ്റേ സ്റ്റിക്കാ സാറിന് 9 വർഷമാണ് അതിന്റെ വീഡിയോ കാണുമ്പോൾ മനസ്സിലാവും ലൈനൊക്കെ ബാത്റൂം ക്ലീൻ ചെയ്യാം ഈ ശക്തി പ്രകടനത്തിൽ പങ്കെടുക്കുന്നുണ്ട് എന്ന് ഉറപ്പുവരുത്തുക. പ്രേക്ഷക ഹാളിലും ഫോട്ടോ പ്രദർശന ഹാളിലും അവിടെ ക്യാൻറ്റീനിലുമൊക്കെ ആളുകൾ അവസാനിക്കുന്ന ഒരു ചെറിയ പ്രകടനം മാത്രമാണ് നമ്മൾ ഇവിടെ ഒരുക്കിയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ നിങ്ങളെല്ലാവരും ഈ പ്രകടനത്തിൽ അണിനിരക്കുക. ഞങ്ങളുടെ പ്രിയ നേതാക്കന്മാർ മുന്നോട്ടങ്ങനെ മുന്നോട്ട് മുന്നോട്ടങ്ങനെ മുന്നോട്ട്
മലയിലെ പ്രളയം മൂലം ഞങ്ങൾ വിളിക്കും നിങ്ങൾ വെട്ടിയ പാതയിലൂടെ ഉയരട്ടെ വരുന്നു ഞങ്ങൾ മുന്നോട്ട് ഓക്കെ അറബിക്കടലിൽ കാലത്ത് ഒന്നേയുള്ളൂ പ്രസ്ഥാനം ടൗൺ ഹാളാണ്. സംരക്ഷിക്കാൻ
ഇവിടെ ആൾക്കാർ നടക്കുക ഈ മേഖലയിൽ ചിന്തിക്കാനൊക്കെയുള്ള ആൾക്കാർ അല്ലേ വിളിച്ചോ മാർക്കുള്ള എങ്ങനെയുണ്ടെന്ന് പോകണ്ടേ കാസർഗോഡ് തീരത്ത് കേൾക്കാം കാസർഗോഡ് തീരത്ത് കേൾക്കാം അങ്ങനെ വളരട്ടെ വളരട്ടെ അങ്ങനെ വളരട്ടെ വളരട്ടെ കൊച്ചിയിലെ അറബിക്കടലിൻ തീരത്ത്
സച്ചരിയ നേതാവും സച്ചരിയ നേതാവും പടർത്തിയെടുത്തൊരു മുസ്താരോ ഒന്നാം സമ്മാനം നിങ്ങൾക്കായിരിക്കുന്നത് പ്ലാസ്റ്റിക്കിന്റെ ഒരു ബുള്ളറ്റാണ്. രണ്ടാം സമ്മാനം തുള്ളുമയിലേ പുള്ളിക്കുയിലേ കുറിഞ്ഞു കുഞ്ഞിരി കൊഞ്ചിൽ കുഞ്ഞോളെ തിരുപ്പള്ളിക്കണമുത്തോളെ കളികനിക്കില് പൂത്തുണ്ട് കിടപ്പിന്നാരെ കനി ചിരിക്കണ നേരത്ത് എടുത്തു വന്നവനാരാണ് അവനൊരിക്കലും ചൊല്ലുന്ന പരിയമെന്താണ് വെയിൽ കൊള്ളുന്ന നേരം നിന്നവളാര് മറ്റൊരു അയിലക്കണ്ണു പൊന്ന് ഇളമാലിന് കണ്ണീളമുള്ള കണ്ണ് മകനെ പൊന്മകനെ മുത്തകവനെ ഇന്നും സൂര്യനും സന്ധ്യനും പൊന്നകവനെ കാലം കത്തുവെച്ച രക്ഷകനെ സുഖകനെ ഞങ്ങൾക്കെല്ലാം വന്നവനെ
അവൻ വന്നാൽ കുമ്പിട്ട് നില്ലും ഇരുട്ടിൽ സിറ്റി പടും രാജാവുക്ക് എല്ലാരും ചൊല്ലും ഇവനെ തൊടുവാനാ എന്നും ജനത്തിരക്ക് കാലം എഴുതുവത് സ്വർഗം പോലും ഇല്ലുമിനാക്കി അണ്ണങ്കനി നാടൻ കൊലമല്ലോമിനാക്കി ഇല്ലുമിനാക്കി അണ്ണങ്കനി നാടൻ കൊലമല്ലോമിനാക്കി മടിയിൽ പാലൂട്ടും സേകം നീയേ മറഞ്ഞ താരാട്ടതല്ലേ കരയാൻ കണ്ണീരില്ല കണ്ണീരൊപ്പല്ലാതെ പോരണ്ട എരിയും മൂന്നും കണ്ട് പോകും കൊണ്ടും സ്വകാരമോ അരളം പടിവാതിൽ കടന്നിടം പഠിച്ചു ഓർമ്മ നഗരം ഇത് വരുന്നതിനും സ്വപ്നം കാണും സംസ്ഥാന പ്രസിഡന്റ് ശ്രീ ബി രവീന്ദ്രൻ, മുൻ സംസ്ഥാന പ്രസിഡന്റ് ശ്രീ പി വി ബാലൻ. ലോകം മുഴുവൻ സുഖം പകരാനാ സ്നേഹദീപമേ മിഴി തുറക്കൂ. ലോകം മുഴുവൻ സുഖം പകരാനാ സ്നേഹദീപമേ മിഴി തുറക്കൂ. സ്നേഹദീപമേ മിഴി തുറക്കൂ. സ്നേഹദീപമേ മിഴി തുറക്കൂ. എല്ലാവർക്കും നമസ്കാരം. 41ാമത് ഓൾ കേരള ഫോട്ടോഗ്രാഫേഴ്സ് അസോസിയേഷന്റെ സംസ്ഥാന സമ്മേളനത്തിന് അധ്യക്ഷത വഹിക്കുന്ന ഏറ്റവും പ്രിയങ്കരനായ സംസ്ഥാന പ്രസിഡന്റ് CSC ജോൺസൺ, ഇവിടെ നമ്മുടെ ഈ യോഗം ഉദ്ഘാടനം ചെയ്യുവാനായി എത്തിച്ചേരുന്ന ബഹുമാനപ്പെട്ട വ്യവസായ വകുപ്പ് മന്ത്രി ശ്രീ P രാജീവ് അവർ, ഇവിടെ കൃത്യസമയം പാലിച്ച് നമ്മുടെ എല്ലാ പരിപാടികളിലും എന്നതുപോലെ എത്തുന്ന നമ്മുടെ ഏറ്റവും പ്രിയങ്കരനായ എറണാകുളത്തിന്റെ MLA ശ്രീ PJ വിനോദ് MLA, ഓർമ്മകളെ നിലനിർത്തുന്ന രീതിയിലാണ് നമ്മൾ ഈ സമ്മേളനത്തിൽ നഗർന്ന് പേരിട്ടുകൊണ്ടാണ് നമ്മൾ ഈ സമ്മേളനം ഇന്നിവിടെ ചേർന്നത്. ആദ്യമേ തന്നെ അദ്ദേഹത്തിന്റെ ഓർമ്മകൾക്ക് മുമ്പിൽ പ്രണാമർപ്പിക്കുകയാണ്. കാരണം നമുക്കറിയാം, സംഘടന എന്ന് പറഞ്ഞാൽ അദ്ദേഹം ഹൃദയത്തോട് ചേർത്ത് പിടിച്ച ഒരാളായിരുന്നു. ആ സംഘടനാ സ്നേഹമായിരിക്കാം ഒരുപക്ഷെ സംഘടനയുടെ ഏറ്റവും വലിയ ഘടകമായ സംസ്ഥാന സമ്മേളനത്തിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുമ്പോൾ ആ വേദിയിൽ വെച്ച് മരണപ്പെടുവാനുള്ളൊരു ഭാഗ്യവും അതുപോലെ തന്നെ നമ്മുടെ മുഴുവൻ ആളുകളുടെയും ആദരാഞ്ജലികൾ ഏറ്റുവാങ്ങുവാനുള്ളൊരു ഭാഗ്യവും അദ്ദേഹത്തിന്റെ മരണത്തോട് തീർച്ചയായിട്ടും ഉണ്ടായി. അദ്ദേഹത്തിന്റെ കുടുംബാംഗങ്ങളെല്ലാം ഇവിടെ എത്തിയിട്ടുണ്ട്. അവരെയൊക്കെ സന്തോഷപൂർവ്വം സ്നേഹപൂർവ്വം സംഘടനയ്ക്ക് വേണ്ടി ഞാൻ സ്വാഗതം ചെയ്യുകയും ഫോട്ടോഗ്രാഫി മത്സര അവാർഡ് വിതരണത്തിന് എത്തുന്ന ശ്രീ ഉമാ തോമസ് MLA, അതും അതുപോലെ ഇവിടെ പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന മുൻ സംസ്ഥാന പ്രസിഡന്റുമാരായ ശ്രീ MRN പണിക്കർ. നമുക്കറിയാം, ഈ സംഘടനയുടെ ആദ്യകാലം മുതൽ ജോസഫ് പ്രിയൻ സാറിന്റെയും സാരംഗമണി സാറിന്റെയും ഒക്കെ കൂടെ പ്രവർത്തിച്ച് നമുക്കെന്നും ഒരു താങ്ങായി തണലായി നിൽക്കുന്ന ശ്രീ MRN പണിക്കർ അവരുടെ ഇവിടെ ഈ പൊതുസമ്മേളനത്തിലേക്ക് കൃത്യമായി സ്വാഗതം ചെയ്യുകയാണ്. ആശംസകൾ നൽകാനെത്തിയിട്ടുള്ള ശ്രീ PC ജേക്കബ്, വ്യാപാരി വ്യവസായ ഏകോപന സമിതി ജില്ലാ പ്രസിഡന്റ് ശ്രീ PC ജേക്കബ് അവരെ സ്വാഗതം ചെയ്യുന്നു. മുൻ സംസ്ഥാന പ്രസിഡന്റ് ശ്രീ B രവീന്ദ്രൻ, ഞാൻ ആദ്യം മറ്റേ ഇവിടെ എത്തിയിട്ടുള്ള 14 ജില്ലകളിൽ നിന്ന് എത്തിയിട്ടുള്ള വളരെ കഷ്ടനഷ്ടങ്ങൾ സഹിച്ചിവിടെ എത്തിയിട്ടുള്ള മുഴുവൻ സമ്മേളനത്തിലെത്തിയ മുഴുവൻ അംഗങ്ങളെയും അതുപോലെ തന്നെ മീഡിയ സുഹൃത്തുക്കളെയും ഇനി ആരെങ്കിലുമൊക്കെ വിട്ടുപോയിട്ടുണ്ടെങ്കിൽ അവരെയും ഒക്കെ കൃത്യമായി സ്വാഗതം ചെയ്തുകൊണ്ട് എൻ്റെ സ്വാഗത പ്രസംഗം അവസാനിപ്പിക്കുന്നു. നന്ദി ശ്രീ വിനോദ് കല്ലാട്ടുകുഴി. അടുത്തതായി ഇന്നത്തെ വേദിയിലെ അധ്യക്ഷ പദവി അലങ്കരിക്കുന്ന സംസ്ഥാന പ്രസിഡന്റ് ശ്രീ AC ജോൺസൺ അവരെ ക്ഷണിക്കുന്നു. കേരള ഫോട്ടോഗ്രാഫേഴ്സ് അസോസിയേഷന്റെ 41ാം സംസ്ഥാന സമ്മേളനത്തിന്റെ പൊതുസമ്മേളനം ഔപചാരികമായി ഉദ്ഘാടനം ചെയ്യുന്ന കേരളത്തിന്റെ ഏറ്റവും പ്രഗത്ഭനായിട്ടുള്ള, നിരന്തര പ്രവർത്തനത്തിൽ വ്യാപൃതനായിട്ടുള്ള, ഏറെ പ്രിയപ്പെട്ട വ്യവസായ വകുപ്പ് മന്ത്രി ശ്രീ P രാജീവ് അവർ, ഏറെ പ്രിയപ്പെട്ട AKP പ്രസ്ഥാനത്തിന്റെ പ്രവർത്തകരെ എല്ലാവർക്കും സംസ്ഥാന സമ്മേളനത്തിന്റെ എല്ലാവിധ അഭിവാദ്യങ്ങളും ആദ്യമേ തന്നെ നേരുകയാണ്. 1985 ഒരു ഒരുമയില്ലാതെ നിന്നിടത്തു നിന്ന് വലിയ കൂട്ടായ്മയിലേക്ക് എത്തിച്ചേർന്ന നമ്മൾ ഓരോരുത്തർക്കും
1985 നമ്മുടെ സ്ഥാപക നേതാക്കളായിട്ടുള്ള ജോസഫ് ചെറിയാൻ സാറും സാരംഗപാണി സാറും പകർന്നു തന്നാണ്. അവർ കരുപിടിപ്പിച്ച് മുന്നോട്ട് കൊണ്ടുപോയ പ്രസ്ഥാനമാണ് AKP പ്രസ്ഥാനം. ആ പ്രസ്ഥാനത്തെ കഴിഞ്ഞ 41 വർഷക്കാലം കാലാകാലങ്ങളിൽ നയിച്ച എല്ലാ നേതാക്കന്മാർക്കും ഇന്ന് ഈ പ്രസ്ഥാനം ഏത് വളർച്ചയെത്തിയോ അതിലൊക്കെ അതിൻ്റെതായിട്ടുള്ള പങ്ക് ആ ഭാരവാഹികൾക്കൊക്കെ ഉണ്ട്. അവർ നൽകിയ ആശയങ്ങൾ ഈ പ്രസ്ഥാനത്തിനകത്ത് നിൽക്കുന്ന ഈ ഫോട്ടോഗ്രാഫി, വീഡിയോഗ്രാഫി അനുബന്ധ തൊഴിൽ മേഖലയ്ക്കകത്ത് തൊഴിലെടുത്തു പോകുന്ന എല്ലാ അംഗങ്ങൾക്കും അവരുടെ ക്ഷേമത്തിനും അവരുടെ സുരക്ഷിതത്വത്തിനും അതുപോലെ തന്നെ അവരുടെ കുടുംബത്തിന്റെ സംരക്ഷണത്തിനും താങ്ങായി തണലായി മാറുവാൻ കഴിഞ്ഞ 41 വർഷമായിട്ട് AKP പ്രസ്ഥാനത്തിന് സാധിച്ചിട്ടുണ്ട്. പ്രസ്ഥാനത്തിന്റെ ഓരോ പ്രവർത്തകരുടെയും പിന്തുണയോടുകൂടിയിട്ടാണെന്ന് ആത്മാഭിമാനത്തോടുകൂടി പറയാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, നമ്മൾ ഈ കഴിഞ്ഞ പ്രവർത്തന വർഷത്തിൽ നമ്മളിൽ തന്നെയുള്ള 2 അംഗങ്ങൾക്ക് നമ്മൾ 2 ഭവനങ്ങൾ പണിതു കൊടുത്തു. AKP പ്രസ്ഥാനത്തിന്റെ സ്ഥാപക നേതാക്കളായിട്ടുള്ള ജോസഫ് ചെറിയാൻ സാറിന്റെയും സാരംഗപാണി സാറിന്റെയും നമ്മളെ സംബന്ധിച്ച് ആരാണ് വലുത് ആരാണ് ചെറുത്, രണ്ടും വലുതല്ല രണ്ടും ചെറുതല്ല, രണ്ടും സമമാണ് എന്നുള്ള കാഴ്ചപ്പാടാണ് AKP പ്രസ്ഥാനത്തിനുള്ളത്. അതുകൊണ്ട് തന്നെയാണ് നമ്മൾ 2 ഭവനങ്ങൾ 2 നേതാക്കന്മാരുടെ വീട്ടില് 2 നേതാക്കന്മാരുടെ പേരിൽ നമ്മൾ കൊടുത്തു കൊടുത്തത്. ഒന്ന് നമ്മൾ കോതമംഗലത്ത്, എറണാകുളം ജില്ലയിലെ കോതമംഗലത്തും, ഒന്ന് പാലക്കാട് ജില്ലയിലും. കഴിഞ്ഞ 14 ജില്ലാ സമ്മേളനങ്ങളിലും ഈ ഒരു കാര്യത്തിൽ ഗവൺമെന്റ് കുറ്റപ്പെടുത്തിയതാണ്. പക്ഷേ നമുക്ക് ലഭിച്ചാൽ അതിന് നന്ദി, നല്ലൊരു കൈയ്യടി കൊടുക്കാം. ഓക്കെ, ഈ ഒരു പൊതുസമ്മേളനം നമുക്ക് ചെറിയ ഉദ്ഘാടനം ചെയ്തിട്ട് അതിനായിട്ടുള്ള നന്ദി ക്ഷണിച്ചു. ഓക്കെ, നമ്മള് ഈ ഒരു ഉദ്ഘാടന കർമ്മം കഴിഞ്ഞതിന് ശേഷം നമ്മളൊരു ഫോട്ടോ എടുക്കാം. സ്നേഹിതോടെ റിക്വസ്റ്റ് ആണ്, എല്ലാ മെമ്പേഴ്സും ഒന്ന് എഴുന്നേറ്റ് നിന്ന് കഴിഞ്ഞാൽ വളരെ നന്നായിരുന്നു. നമ്മളൊരു ഫോട്ടോ എടുക്കുന്നതിന് വേണ്ടിയിട്ടാണ്. നന്ദി. ഇനി നമ്മളോട് 2 വാക്ക് ശ്രീ വിനോദ്, ഓൾ കേരള ഫോട്ടോഗ്രാഫേഴ്സ് അസോസിയേഷന്റെ മറ്റ് ഭാരവാഹികൾ, വിവിധ സംഘടനാ പ്രതിനിധികൾ, സഹോദരി സഹോദരന്മാരെ, സുഹൃത്തുക്കളെ, നമ്മുടെ പ്രസിഡന്റ് ജോൺസന് സമയം കിട്ടിയില്ല. കുറെ കാര്യങ്ങൾ നിവേദന രൂപത്തിൽ പറയണമെന്ന് ആഗ്രഹിച്ചായിരുന്നു. ഇത് എറണാകുളത്താണ് 41ാമത് സമ്മേളനം. ഇതിന്റെ തുടക്കം എറണാകുളം തന്നെയാണ്. ഞാനിപ്പോൾ അതിന് ചരിത്രം മനസ്സിലാക്കി. 84 ശ്രീ ജോസഫ് ചെറിയാൻ, അദ്ദേഹം സിനിമാ നായകനായിരുന്ന, ഫോട്ടോഗ്രാഫി പഠിച്ച അദ്ദേഹം മുൻകൈ എടുത്ത് തുടങ്ങിയ സംഘടന ഇന്ന് കേരളത്തിലെ ഏറ്റവും വലിയ സംഘടനകളിലൊന്നായി മാറി എന്നത് സംഖ്യ കൊടുക്കണമെങ്കിലും മൊത്തം വരുമ്പോൾ 9 ലക്ഷത്തോളമാണ് മരണപ്പെടുന്ന ഒരാൾക്ക് കൊടുക്കുന്നത്. ആ കുടുംബത്തിന് 100 രൂപയാണ് ഒരാൾ കൊടുക്കുന്നത്. അല്ല, ഞാൻ മനസ്സിലാക്കി. ഒരു സംഘടന ഇത്രയും വലിയ സഹായം നൽകുന്നു എന്നുള്ളത് ഏറെ അഭിനന്ദനാർഹമാണ്. അതിന് നിങ്ങളെ ഞാൻ പ്രത്യേകം അഭിനന്ദിക്കുക. അതേപോലെ തന്നെ മറ്റ് ചാരിറ്റി പ്രവർത്തനങ്ങളും നിങ്ങൾ നടത്തുന്നുണ്ട്. നമ്മുടെ ജോൺസൺ അദ്ദേഹത്തിന്റെ അധ്യക്ഷ പ്രസംഗത്തിൽ 2 വീടുകൾ കൊടുത്ത കാര്യം പറഞ്ഞു. ഇനി നിർത്തണ്ട, തുടരാവുന്നതാണ്. അത്തരം കാര്യങ്ങളെല്ലാം തന്നെ കേരളത്തിന്റെ എല്ലാ ഭാഗത്തു നിന്നും ഇത്രയും അധികം ആളുകൾ എറണാകുളത്തേക്ക് വന്നതിൽ നിങ്ങളെ ഈ ജില്ലയുടെ പകുതി നൽകി ഞാൻ പ്രത്യേകം സ്വാഗതം ചെയ്യുന്നു. ഇനി വേറെ മുന്നോട്ട് പോകാനായി സംഘടനയ്ക്ക് കഴിയട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നിങ്ങളുടെ 41ാമത് സമ്മേളനം നിലവിളക്ക് കൊളുത്തി എല്ലാവരുടെ അനുമതിയോടുകൂടി ഉദ്ഘാടനം ചെയ്ത് അറിയിച്ച് വാക്കുകൾ അവസാനിപ്പിക്കുന്നു. എല്ലാവർക്കും തീർച്ചയായും മനസ്സിലേറെ സന്തോഷം നൽകുന്ന ഒരു കാഴ്ചയാണ്. നല്ലൊരു കൈയ്യടി നമ്മുടെ ബഹുമാനപ്പെട്ട മന്ത്രിക്ക് നൽകുക. അത് ഏറ്റുവാങ്ങുന്നത് ശ്രീ അജീബ് കോമാച്ചിയാണ്. അതായത് ഏറെ സ്നേഹത്തോടെ ബഹുമാനത്തോടെ അത് സ്വീകരിക്കുന്നതിന് വേണ്ടി വേദിയിലേക്ക് ക്ഷണിക്കുകയാണ്.
എക്സലൻസി ഇൻ ഫോട്ടോഗ്രാഫി അവാർഡാണ്. ഫോട്ടോഗ്രാഫി മേഖലയിലെ സമഗ്ര സംഭാവനയ്ക്കുള്ള അവാർഡ്. തീർച്ചയായിട്ടും ഒരുപാട് തിരക്കിന്റെ ഇടയിലാണ് ബഹുമാനപ്പെട്ട മന്ത്രി നമ്മുടെ ചടങ്ങിൽ പങ്കെടുക്കുവാൻ എത്തിയത്. നമ്മളുടെ ഒരു സ്നേഹ ഉപഹാരം അദ്ദേഹത്തിന് സമർപ്പിക്കുകയാണ്. നല്ല നിറഞ്ഞൊരു കയ്യടി ബഹുമാനപ്പെട്ട മന്ത്രിക്ക് സമ്മാനിക്കാം. ഈ സമ്മേളനത്തിൽ പങ്കെടുക്കാൻ എത്തിച്ചേർന്ന കേരളത്തിന്റെ തെക്കേറ്റം മുതൽ വടക്കേറ്റം വരെയുള്ള മുഴുവൻ അംഗങ്ങളെയും ഈ പ്രദേശത്ത് ഒരു ജനപ്രതിനിധി എന്നുള്ള നിലയിൽ ഞാൻ ആദ്യമായി അഭിവാദ്യം ചെയ്യുന്നു. നമുക്കറിയാം 2 ദിവസക്കാലമാണ് ഈ സമ്മേളനം നടക്കുന്നത്. ഇന്നലെയും ഇതുമായിട്ടാണ് സമ്മേളനം നടക്കുന്നത്. ഈ സംഘടന രൂപീകരിച്ചതിലൂടെ നിങ്ങൾക്ക് നേടാൻ കഴിയുന്ന നേട്ടങ്ങളെല്ലാം ഇവിടെ സൂചിപ്പിക്കുന്നു. ക്ഷേമനിധി ബോർഡിൽ അംഗങ്ങളായ ആളുകൾക്ക് അംശാദായം അടച്ച് അംശാദായത്തിന്റെ വർധനവിനനുസൃതമായ പെൻഷൻ ലഭ്യമാകാതെ വന്ന സാഹചര്യത്തിൽ അതെല്ലാം ഗവൺമെന്റ് ശ്രദ്ധയപ്പെടുത്തി നിങ്ങൾക്കത് നേടിയെടുക്കാൻ കഴിഞ്ഞു എന്നിവിടെ പ്രസിഡന്റ് സൂചിപ്പിച്ചു. അസംഘടിതരായ മേഖലയിലെ മുഴുവൻ ആളുകളെയും ചേർത്ത് പിടിച്ചുകൊണ്ട് ഏകദേശം 17,159 അംഗങ്ങളെ ഇതിൽ അംഗങ്ങളാക്കി കേരളത്തിലെ തന്നെ ഏറ്റവും വലിയ സംഘടിത ശക്തിയായി ഈ സംഘടനയ്ക്ക് മാറാൻ കഴിഞ്ഞു എന്നുള്ളത് നിങ്ങളുടെ എല്ലാം ഒരു ഒരുമയും കൂട്ടായ്മയുമാണ് എന്നുള്ള കാര്യത്തിൽ ആരും സംശയം. ഈ ഒരുമയും കൂട്ടായ്മയും നിലനിൽക്കട്ടെ. തീർച്ചയായും ഈ സംഘടനാ ശക്തിയിലൂടെ നിങ്ങൾക്ക് ആർജിക്കാൻ കഴിഞ്ഞ കരുത്ത് നിലനിർത്താൻ കഴിയട്ടെ. അതിന് ഈ സംഘടനയുടെ പ്രവർത്തനം ഉപകരിക്കട്ടെ എന്ന് മാത്രമേ ഈ സന്ദർഭത്തിൽ ആശംസിക്കാൻ ഈ അവസരം വിനിയോഗിച്ചുകൊണ്ട് ഒരിക്കൽ കൂടി ഈ സമ്മേളനത്തിൽ പങ്കെടുക്കാൻ എത്തിച്ചേർന്ന എല്ലാ പ്രതിനിധികളെയും ഒറ്റവാക്കിൽ ഈ നഗരത്തിന്റെ ജനപ്രതിനിധികളെ അഭിവാദ്യം ചെയ്തുകൊണ്ട് എന്റെ വാക്കുകൾ ചുരുക്കുന്നു. നമസ്കാരം. അതിന്റെ ഫലപ്രഖ്യാപനമാണ്. ആദ്യമായിട്ട് ഫസ്റ്റ് പ്രൈസ് ശ്രീ ഷിഹാബ് വാലസി മലപ്പുറം. ഫസ്റ്റ് പ്രൈസ് സ്പോൺസർ ചെയ്തിരിക്കുന്നത് ജയപ്രകാശ് തോമത്തിന്റെ കുടുംബമാണ്. ഏറെ സ്നേഹത്തോടെ ശ്രീ ഷിഹാബ് വാലസി മലപ്പുറത്തിലെ വേദിയിലേക്ക് ക്ഷണിക്കുന്നു. അതുപോലെ തന്നെ ഏറെ സ്നേഹത്തോടെ ശ്രീ ജയപ്രകാശ് തോമത്തിന്റെ കുടുംബത്തെ കൂടി ഞാൻ വേദിയിലേക്ക് ക്ഷണിക്കുകയാണ്. ശ്രീ ഷിഹാബ് വാലസിയുടെ അനിയനാണ് വന്നിട്ട് ഈ ഒരു എന്താ പറയുക പ്രൈസ് ഏറ്റുവാങ്ങുന്നത്. അദ്ദേഹത്തെ ഞാൻ ഏറ്റവും സ്നേഹത്തോടെ വേദിയിലേക്ക് ക്ഷണിക്കുകയാണ്. ആ ഒരു ഫസ്റ്റ് പ്രൈസ് ഏറ്റുവാങ്ങുന്നതിന് വേണ്ടിയിട്ട് നല്ല കരഞ്ഞൊരു കയ്യടി സമ്മാനിക്കുന്ന. സെക്കൻഡ് പ്രൈസ് ശ്രീ ജോഷി മഞ്ഞുമൻ എറണാകുളം. അടുത്തതായിട്ട് തേർഡ് പ്രൈസ് ധവനീഷ് കണ്ണൂർ. ശ്രീ ധവനീഷ് കണ്ണൂർ. തേർഡ് പ്രൈസ് ശ്രീ ധവനീഷ് കണ്ണൂർ. ഇനി നമ്മൾ ഏറെ സ്നേഹത്തോടെ പ്രിയപ്പെട്ട MLA ശ്രീ TJ വിനോദ് അവർക്ക് ഒരു സ്നേഹ ഉപഹാരം നൽകുകയാണ്. അദ്ദേഹത്തെ വീഡിയോഗ്രാഫി മത്സരത്തിന്റെ വിഷയം ലഹരിയായിരുന്നു. അതിന്റെ ഫലപ്രഖ്യാപനമാണ്. ഫസ്റ്റ് പ്രൈസ് ഉണർവ് ജോസഫ് KV തൃശൂർ. അടുത്തത് സെക്കൻഡ് പ്രൈസ് ആണ് കാഴ്ചപ്പാട് ശ്രീ വിനോദ് KV അങ്കമാലി എറണാകുളം. അടുത്തത് തേർഡ് പ്രൈസ് ആണ് അശ്വനി പ്രദീപ് ഇടുക്കി. അശ്വനി പ്രദീപ് ഇടുക്കി. അശ്വനി പ്രദീപ് ഇടുക്കി. അടുത്തതായിട്ട് നമ്മൾ പ്രോത്സാഹന സമ്മാനം കൂടി നൽകുകയാണ്. ഞാനപ്പോൾ ഈ ഫോട്ടോഗ്രാഫർ ഓഫ് ദി ഇയർ അവാർഡാണ്. ഇതിന് അർഹനായിട്ടുള്ളത് ശ്രീ ബോണിയം കലാമാണ്. അദ്ദേഹം ഏറെ സ്നേഹത്തോടെ അത് സ്വീകരിക്കുന്നതിന് വേണ്ടി ക്ഷണിക്കുകയാണ്. ബഹുമാനപ്പെട്ട MLA അഡ്വക്കേറ്റ് ശ്രീനിഷൻ അവർക്കാണ് അദ്ദേഹത്തിന് ആ ഒരു അവാർഡ് നൽകുന്നത്. ഇനി നമ്മളോട് സംസാരിക്കാൻ വേണ്ടിയിട്ട് ഏറെ സ്നേഹത്തോടെ ബഹുമാനപ്പെട്ട MLA അഡ്വക്കേറ്റ് ശ്രീനിഷൻ അവർക്ക് AKPയുടെ ഒരു സ്നേഹ ഉപഹാരം വേദിയിൽ നൽകുകയാണ്. അടുത്തതായിട്ട് വേദിയിൽ ഏറെ സ്നേഹത്തോടെ വേദിയിലേക്ക് ക്ഷണിക്കുന്നു. സന്തോഷമാണല്ലേ, നമ്മുടെ AKPയുടെ മെമ്പറാണ്. നമ്മുടെ ഈ പ്രോഗ്രാം നടക്കുന്ന ഈ വാർഡിലെ മെമ്പർ കൂടിയാണ്. അപ്പൊ അദ്ദേഹത്തെ ഞാൻ ഒരിക്കൽ കൂടി ക്ഷണിക്കുകയാണ്. ഇതിനൊരു സ്നേഹ ആദരവ് കൂടി നൽകുകയാണ് വേദിയില്. സന്തോഷമാണല്ലേ, നിങ്ങൾക്കിടയിൽ നിന്നൊരു വാർഡ് മെമ്പർ കൂടിയാണ് അദ്ദേഹം. അപ്പൊ അത് അവിടെ വെച്ച് ഈ പ്രോഗ്രാം നടക്കുക
ഇത് വളരെ സന്തോഷമുള്ള കാര്യമാണ്. അപ്പോൾ അതായത് ഞാൻ സ്നേഹത്തോടെ ക്ഷണിക്കുന്നു. നമ്മുടെ യോഗത്തിൻ്റെ ബഹുമാന്യനായ അധ്യക്ഷൻ ശ്രീ എ സി ജോൺസൺ, ഏറ്റവും സ്നേഹം നിറഞ്ഞ AKPA കുടുംബാംഗങ്ങൾ, ഏറെ സന്തോഷവും അഭിമാനവുമുള്ള നിമിഷങ്ങളാണ് ഇവിടെ കടന്നു പോകുന്നത്. ഞാൻ കഴിഞ്ഞ ഒരു 10 പതിറ്റാണ്ടായി ഈ കൊച്ചി നഗരസഭയുടെ കൗൺസിലറായി പ്രവർത്തിക്കുകയാണ്. എൻ്റെ സഹപ്രവർത്തക സംഘടനയുടെ അംഗങ്ങളായിട്ടുള്ള ഏകോപന സമിതിയുടെ പ്രിയപ്പെട്ട മണിക്കിരേട്ടൻ ഇതിൻ്റെ സ്ഥാപക നേതാക്കളിൽ ഒരാളാണ്. അതുപോലെ തന്നെ നിരവധി സന്നിഹിതരായിരിക്കുന്ന എറണാകുളം ജില്ലയിലെ വിവിധ യൂണിറ്റുകളിലെ ഫോട്ടോഗ്രാഫേഴ്സ് യൂണിറ്റ് അംഗങ്ങളായിട്ടുള്ളവരെ, അതിനോടൊപ്പം തന്നെ സംസ്ഥാനത്തെ ഈ സംഘടനയുടെ പ്രമുഖരായ നേതാക്കന്മാരെ, സുഹൃത്തുക്കളെ, ദീർഘമായ ഒരു പ്രസംഗത്തിന് ഞാൻ ആഗ്രഹിക്കുന്നില്ല. എനിക്ക് വളരെ അത്ഭുതമായിട്ടാണ് തോന്നിയത്. ഞാൻ പലപ്പോഴും യോഗങ്ങളിൽ ചെല്ലുമ്പോൾ 2, 3, 4 ഫോട്ടോഗ്രാഫേഴ്സൊക്കെ കാണും. അവരവിടുത്തെ യൂണിറ്റ് ഒതുങ്ങുന്നവരാണെന്നാണ് എന്നെ മനസ്സിലാക്കിയത്. പക്ഷെ ഇത്ര വലിയൊരു പ്രപഞ്ചം ഇതിൻ്റെ പിന്നിൽ ശക്തമായി പ്രവർത്തിക്കുന്നു. വലിയൊരു ശക്തിയാണ് ഈ ഫോട്ടോഗ്രാഫേഴ്സ് അസോസിയേഷൻ കേരളത്തിൽ ഇന്ന് കാണാൻ കഴിഞ്ഞത് ഇപ്പോഴാണ്. അത് 50, 100, അതായത് 40 എന്നുള്ളത് 100 രൂപയാക്കി വർദ്ധിച്ചപ്പോൾ ആ വർധനവിന്റെ ആനുപാതികമായി ആനുകൂല്യങ്ങളിലും വർധനവ് വരുത്തണം എന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് സർക്കാരിന്റെ മുന്നിലേക്ക് ഒരു നിവേദനവുമായി കടന്നു വന്ന ഏക സംഘടന ഈ ഓൾ കേരള ഫോട്ടോഗ്രാഫേഴ്സ് അസോസിയേഷൻ ആണ് എന്ന് 10ഓളം മെമ്പർമാർ, അതിലധികം പേര് ഇവിടെ എത്തിച്ചേരാൻ സൗകര്യപ്പെടുന്ന 10ഓളം ജനപ്രതിനിധികളായിട്ട് തെരഞ്ഞെടുക്കപ്പെട്ടിട്ടുണ്ട്. ഏറെ സന്തോഷമുണ്ട്. AKPA പ്രസ്ഥാനത്തിന്റെ പ്രവർത്തകർ ജനങ്ങളിലേക്ക് ഇറങ്ങിച്ചെന്ന് ജനങ്ങളുടെ ക്ഷേമത്തിന് വേണ്ടിയിട്ട് അവരുടെ പ്രതിനിധിയായി അവർ തെരഞ്ഞെടുക്കപ്പെട്ട എല്ലാ AKPA മെമ്പർമാരെയും നമ്മളിവിടെ ആദരിക്കുകയാണ്. ഫോട്ടോകൾക്കുള്ള സ്നേഹോപകരണത്തിനായി ക്ഷണിക്കുന്നു. ഒരു മണിയും കൂടാതെ നമ്മുടെ ഈ LED വാള് ഫ്രീ ആയി നമ്മളിന്ന് വേദിയിൽ പതിപ്പിച്ച ശ്രീ ഹവായി ഇതിലെ അടുത്തത് 2 സ്നേഹോപകാരം കൂടിയാണ്. ഒരു സ്നേഹോപകാരം കൂടി ഞങ്ങൾ അദ്ദേഹത്തിന് നൽകുകയാണ്. ഒട്ടും നമുക്ക് മാറ്റിവെക്കാൻ കഴിയില്ല. കാരണം എല്ലാ നിലയ്ക്ക് തന്നെ ശ്രീ പ്രദീപിന് പോസ്റ്റടക്കം പ്രദീപിന് സ്നേഹാദരം നൽകുകയാണ്. അതൊരു സുപ്രഭാതത്തിലാണ് ഇതിന്റെ ഉദ്ഘാടനം നടന്നത്. അത് ചെയ്തത് എറണാകുളത്തുകാരനായിരുന്ന അന്നത്തെ തൊഴിൽ വകുപ്പ് കൃഷി വകുപ്പ് മന്ത്രി ശ്രീ A.K. അദ്ദേഹം ഉദ്ഘാടന പ്രസംഗത്തിൽ പറഞ്ഞ വാക്ക്, ഞാനിവിടുത്തെ തിരുവനന്തപുരത്ത് ചെല്ലുമ്പോൾ ഈ മന്ത്രിസഭ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ക്ഷേമനിധിയും പെൻഷനും അനുവദിച്ചിരിക്കും. ആ കാലം 40 വർഷത്തിന് മുൻപാണ്. നിങ്ങൾ നോക്കണം, അത് പത്രത്തിന്റെ ഫ്രണ്ട് പേജിൽ അര പേജ് പരസ്യമായി ഇതിന്റെ റിപ്പോർട്ടും ഫോട്ടോയും കൂടി വന്നതാണ്. ഇന്ന് 40 വർഷം കഴിഞ്ഞ് 41 വർഷമായി ഇന്നും ആ വാക്ക് അങ്ങനെ തന്നെ നിൽക്കുകയാണ്. എപ്പോഴും എല്ലാം നമ്മളെ കാണുന്നുണ്ട്. നമ്മുടെ വാക്കും പ്രവൃത്തിയും എല്ലാം മറ്റുള്ള മാതൃകാപരമായിരിക്കണം, സത്യസന്ധമായിരിക്കണം, നീതിപൂർവമായിരിക്കണം എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തുന്നു. നിങ്ങൾക്ക് അഭിവാദം. ഫോട്ടോഗ്രാഫി മേഖലയ്ക്ക് തന്നിട്ടുള്ള സമഗ്രമായ സംഭാവനകളെ മുൻനിർത്തിക്കൊണ്ടാണ് അദ്ദേഹത്തെ നമ്മൾ ആദരിച്ചത്. തീർച്ചയായിട്ടും അദ്ദേഹത്തിന്റെ ആ ഒരു ഫോട്ടോഗ്രാഫിയോടുള്ള ഏറ്റവും അടുത്ത് നിൽക്കുന്നതാണ് അദ്ദേഹത്തിന്റെ കോമാച്ചി പാർട്ടി. തീർച്ചയായിട്ടും ഫോട്ടോഗ്രാഫി എന്നുള്ള ആ കലയെ, കാരണം അദ്ദേഹത്തിന്റെ ആ ഒരു
കൊമച്ചു പാർക്കിയെ കടന്നു ചെല്ലുമ്പോൾ തന്നെ അദ്ദേഹം ആദ്യം വെൽക്കം ചെയ്യുന്നത് അവിടെ നമ്മുടെ പഴയകാലം തൊട്ട് തുടങ്ങിയ എല്ലാ ക്യാമറകളും പ്രദർശിപ്പിച്ചിട്ടുള്ള ഒരു ഗാലറി, അത് കഴിഞ്ഞ് അതുപോലെ തന്നെ അദ്ദേഹത്തിന്റെ ഫോട്ടോഗ്രാഫിയിലെ അദ്ദേഹത്തിന്റെ കഴിവിനെ ആസ്പദമാക്കിക്കൊണ്ടിട്ടുള്ള അവാർഡുകൾ, അതുപോലെ തന്നെ AKP പ്രസ്ഥാനത്തോട് ചേർന്നുള്ള പ്രവർത്തനങ്ങൾ, ഇപ്പൊ മൊത്തം എല്ലാ സമഗ്ര അതായത് തൊഴിൽ മേഖലയ്ക്ക് ഈ ഒരു ഫോട്ടോഗ്രാഫിക്ക് നൽകിയിട്ടുള്ള സമഗ്രമായിട്ടുള്ള സംഭാവനകളുടെ പേരിലാണ്. അതും നമ്മളേറെ ആദരണീയനായിട്ടുള്ള നമ്മളോട് എന്നും നമ്മുടെ ഏതൊരു പരിപാടിക്കും, പ്രത്യേകിച്ച് ഫോട്ടോ ഫെസ്റ്റ് പോലുള്ള ആ പരിപാടികളിലൊക്കെ ഏറ്റവും സാന്നിധ്യമായിട്ടുള്ള നമ്മുടെയൊക്കെ ഓർമ്മയിലെ ഏറ്റവും പ്രഗത്ഭനായിട്ടുള്ള രാധാകൃഷ്ണൻ ചാക്യാർ സാറിന്റെ പേരിലാണ് നമ്മൾ ഈ വർഷം മുതൽ ഈ ഒരു അവാർഡ് പേര് നൽകിക്കൊണ്ട് കൊടുക്കുന്നത്. തീർച്ചയായിട്ടും ആ അവാർഡ് ആദ്യമായി കൊടുക്കാൻ ലഭിച്ചത് ഈ ഏറ്റവും അതിന് അർഹതപ്പെട്ട കൈകളിലേക്ക് തന്നെയാണെന്നുള്ള ചാരിതാർത്ഥ്യം AKP പ്രസ്ഥാനത്തിലുണ്ട്. അത് നിങ്ങളോടുമായി പങ്കുവയ്ക്കുകയാണ്. അദ്ദേഹത്തിന് ആ അവാർഡ് ലഭിച്ചിട്ടുള്ള നന്ദി പ്രകാശനത്തിനായിട്ട് അദ്ദേഹത്തെ ക്ഷണിച്ചുകൊള്ളുകയാണ്. പ്രിയപ്പെട്ടവരെ, ഫോട്ടോഗ്രാഫേഴ്സ് നമുക്ക് എല്ലാവരും കാണുന്നത് ഈ ആദ്യമേ നന്ദി പറയാണ്. വളരെ സന്തോഷം. ഞാൻ നമ്മുടെ ജീവിതത്തിൽ ഫോട്ടോഗ്രാഫി ആയിട്ട് ഇറങ്ങിയ ഉടനെ തന്നെ നമ്മൾ നോക്കുമ്പോൾ 96 ആദ്യമായിട്ട് സ്റ്റുഡിയോ തുടങ്ങിയിട്ട് ഫോട്ടോഗ്രാഫിയിലേക്ക് ഇറങ്ങിയത്. ഫോട്ടോഗ്രാഫി അറിയാതായിരുന്നു അന്ന് തുടക്കം. അപ്പൊ ഇറങ്ങിയ ഉടനെ നമ്മൾ മാർക്കറ്റിൽ നോക്കിയപ്പോൾ പല ആളുകളും തമ്മിൽ സംസാരിക്കാത്ത, ഒരു അങ്ങാടിയുള്ള ഫോട്ടോഗ്രാഫേഴ്സ് പോലും അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കാത്ത ഒരു കാലഘട്ടം 96 സമയത്തും അതിന് മുന്നൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ എനിക്ക് തോന്നുന്നു AKPന്റെ വരവോട് കൂടിയിട്ട് അത് വളരെ മാറുകയും വളരെ ഒന്നായിട്ട് ഇരിക്കുന്ന ഒരു സംഘശക്തിയായിട്ട് മാറുകയൊക്കെ ചെയ്തിട്ടുണ്ട്. അപ്പൊ തുടക്കത്തിലൊക്കെ ഞാനും വൈഫും വന്നിട്ടുണ്ടായിരുന്നു. അപ്പൊ ഞങ്ങൾ വരുമ്പോൾ പറയുമായിരുന്നു AKPയിൽ നമ്മൾ കുട്ടികളുമായിട്ട് അന്ന് കുടുംബമേളക്കൊക്കെ പോയ സന്തോഷം. കാരണം മറ്റുള്ള സ്ഥലങ്ങളിലൊക്കെ ഒന്നിച്ചു കൂടുന്ന സംഭവങ്ങൾ കുറവുള്ള സമയത്താണ് നമ്മൾ കുട്ടികളെ കൊണ്ട് ഈ കൂട്ടായ്മയിലൊക്കെ വന്നു തുടങ്ങിയത്. അപ്പൊ നമുക്ക് ഫോട്ടോഗ്രാഫർ എന്നുള്ള നിലക്ക് ശക്തി നൽകിയിരുന്ന AKP തന്നെ ഈ അവാർഡ് തന്നതിൽ വളരെ സന്തോഷമുണ്ട്. അതിലേറെ ചാക്യാട്ടിന്റെ പേരിലും കൂടി ആയതുകൊണ്ട് ഇതിന് കുറച്ചുകൂടി ഇന്റിമസി കൂടുതലുണ്ട് എന്നുള്ളത് അറിയിച്ചുകൊണ്ട് എല്ലാവരെയും അങ്ങോട്ട് ക്ഷണിക്കുകയും ചെയ്തിരിക്കുകയാണ്. നമസ്തേ. കാരണം ഫോട്ടോഗ്രാഫി മേഖലയിലെ ഇന്നത്തെ പ്രതിസന്ധികള്, പ്രയാസങ്ങള്, വെല്ലുവിളികള് അത് നേരിടാൻ ഒരുപക്ഷെ കേരളത്തില് നമ്മൾ മാത്രമേ ഉള്ളൂ. ഇന്ത്യക്കകത്ത് തന്നെ നമ്മുടെ സംഘടന മാതൃകയാണ്. മാതൃക എന്ന് പറയുമ്പോൾ ആരെക്കാൾ കൂടുതൽ സംഘബലവും ഒരുപക്ഷെ ഈ 41 വർഷക്കാലം ഒരു പോറലുമില്ലാതെ ഒരൊറ്റ മനസ്സോടുകൂടി നമ്മൾ ഇന്ന് വരെ നമ്മുടെ സംഘടനാ പ്രവർത്തനം മുന്നോട്ട് കൊണ്ടുപോയിട്ടുണ്ട്. അധ്യക്ഷൻ, മറ്റു ബഹുമാനായ നേതാക്കളെ, സുഹൃത്തുക്കളെ, 1984 ജോസഫ് ചെറിയാൻ ചേട്ടനും നമ്മുടെ ജോസ് ഫിലിപ്പ് സാറും കൂടി എറണാകുളത്ത് വെച്ച് അതിർദീപം കൊളുത്തി ഉദ്ഘാടനം ചെയ്ത ഈ സംഘടന 1ാം സംസ്ഥാന സമ്മേളനം ടൗൺ ഹാൾ വെച്ച് നടത്തിയെങ്കിൽ ഇന്ന് ഈ സമ്മേളനം ഒരു 5 സ്റ്റാർ ഹോട്ടലിലാണ്. അത്രമാത്രം നമ്മുടെ സംഘടന ഇന്ന് വളർന്നിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ നമ്മുടെ ഉത്തരവാദിത്തങ്ങളും കൂടിക്കൂടി വരുന്നു. ആ ഉത്തരവാദിത്തങ്ങൾ ഉൾക്കൊള്ളുന്ന തരത്തിലുള്ള പ്രവർത്തനങ്ങൾ തുടർന്നുണ്ടാകണം എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഈ സമ്മേളനത്തിന് എല്ലാവിധ ആശംസകളും അർപ്പിച്ചുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ നിർത്തുകയാണ്. അധ്യക്ഷൻ, മറ്റ് സംഘടനാ ഭാരവാഹികളെ, സുഹൃത്തുക്കളെ, തീർച്ചയായിട്ടും പ്രസംഗമൊന്നും പറയുന്നില്ല. ഈ സമ്മേളനത്തിന് ആശംസകൾ അർപ്പിക്കുന്നു. ശ്രീ വിജയൻ പറഞ്ഞതുപോലെ വളരെ വേദനയുണ്ട്. കാരണം നാളെ ഇതിൽ പ്രതിനിധികളായിട്ട് പങ്കെടുക്കേണ്ട ആളുകൾ ഇവിടെ ഉണ്ടെങ്കിൽ 300 പേര് ഇവിടെ ഉണ്ടായിരുന്നു. അവർക്ക് പോലും ഈ യോഗത്തോട് താല്പര്യമില്ല. നാളെ പ്രതിനിധികളായിട്ട് പങ്കെടുക്കേണ്ട ആളുകളാണ്. അതൊരു വലിയൊരു വിഷമം പിടിച്ചൊരു സാഹചര്യമാണ്. എന്തായാലും നാളത്തെ പ്രതിനിധി സമ്മേളനത്തിൽ ഇത് വലിയൊരു ചർച്ചയാകാൻ വേണ്ടിയിട്ട് കൂടിയാണ് ഞാൻ ഈ വിഷയത്തെ ഇവിടെ പറയുന്നത്. എല്ലാവർക്കും നന്ദി. എല്ലാവർക്കും നമസ്കാരം. യോഗത്തിന്റെ അധ്യക്ഷൻ, ഉദ്ഘാടകരടക്കം വേദികം സദസ്സിലുള്ള പ്രിയപ്പെട്ട AKP സഹോദരന്മാരെ, തീർച്ചയായും ഓരോ വർഷവും നടക്കുന്ന സംസ്ഥാന സമ്മേളനങ്ങളാണ് സംഘടനയുടെ അംഗങ്ങളുടെ ശക്തിയും ഊർജവും. തീർച്ചയായും കാലത്ത് മുതൽ ഈ പൊതുസമ്മേളനത്തിന്റെ ഏകദേശം പകുതി വരെ അതിഗംഭീരമായിക്കൊണ്ട് തന്നെയാണ് നമ്മുടെ സമ്മേളനം മുന്നോട്ട് പോയത്. ഈ സമ്മേളനത്തിൽ പങ്കെടുത്ത എല്ലാവരെയും അഭിസംബോധന ചെയ്തുകൊണ്ട് എല്ലാവിധ ആശംസകളും അർപ്പിച്ചുകൊണ്ട് നിർത്തുന്നു. നമസ്കാരം. 41ാം സംസ്ഥാന സമ്മേളനത്തിന്റെ അധ്യക്ഷൻ, ഉദ്ഘാടകൻ, വേദിയിലും സദസ്സിലുമായിരിക്കുന്ന പ്രിയപ്പെട്ടവർ, പ്രൗഢമായ 41ാം സംസ്ഥാന സമ്മേളനത്തിന് അഭിമാനത്തോടെ അഭിവാദ്യങ്ങൾ അർപ്പിക്കുന്നു. സംഘടന ജന്മം കൊണ്ട് ഈ ജില്ലയിൽ വെച്ച് നടക്കുന്ന 41ാമത് സംസ്ഥാന സമ്മേളനത്തിന്
എല്ലാവിധ ആശംസകളും നേരുന്നു. വളരെ അഭിമാനത്തോടുകൂടി 41ാം സംസ്ഥാന സമ്മേളനം എറണാകുളം ജില്ലയിൽ നടക്കുമ്പോൾ അതിന് അഭിവാദ്യങ്ങൾ അർപ്പിക്കുക എന്ന് മാത്രമാണ് എന്റെ ഒരു ചുമതല. എല്ലാവിധ അഭിവാദ്യങ്ങളും അർപ്പിക്കുന്നു. നിർത്തുന്നു. നന്ദി, നമസ്കാരം. ഒത്തിരി സന്തോഷത്തോടുകൂടി 41ാം സമ്മേളനം നമ്മൾ ശരിക്കും ആഘോഷിക്കുകയായിരുന്നു. ഈ ആഘോഷങ്ങളെക്കാൾ ഉപരിയായി നമ്മുടെ ആവശ്യങ്ങൾ, നാളെയുടെ ആവശ്യങ്ങളും നമ്മുടെ ആവരാതികളും മുന്നിൽ നിർത്തി നല്ല രീതിയിലുള്ള ഒരു സംഘടനാ പ്രവർത്തനം വരും വർഷങ്ങളിൽ നമുക്ക് നടത്താൻ സാധിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഈ സമ്മേളനത്തിന് എല്ലാവിധ ഭാവങ്ങളും അർപ്പിക്കുന്നു ചെയ്യും. എല്ലാവർക്കും നമസ്കാരം. യോഗത്തിന്റെ അധ്യക്ഷൻ, വേദിയിൽ സദസ്സിൽ ഇരിക്കുന്ന പ്രിയപ്പെട്ടവരെ, എല്ലാവർക്കും വേണ്ടി അധിക സമയം എടുക്കുന്നില്ല. എല്ലാവരുടെയും പേരിൽ ഈ 41ാമത് സംസ്ഥാന സമ്മേളനത്തിന് എല്ലാവിധ അഭിവാദ്യങ്ങളും നേർന്നുകൊള്ളുന്നു. ബഹുമാനപ്പെട്ട യോഗാധ്യക്ഷൻ, സംസ്ഥാന പ്രസിഡന്റ് AC ജോൺസൺ, മറ്റ് സംസ്ഥാന ഭാരവാഹികൾ, മുൻ ഭാരവാഹികൾ, നമ്മുടെ സഹഭാരവാഹികളും, പ്രിയ മെമ്പർമാരെ, സുഹൃത്തുക്കളെ, ഈ സമ്മേളനം നടന്നപ്പോൾ ഒരു നന്ദി, ഒത്തിരി കാര്യങ്ങൾ പറയണമെന്ന് ആഗ്രഹിച്ചിരുന്നത്. പക്ഷേ ഇവിടെ ഉണ്ടായിരുന്ന പലരും ഇന്ന് 2 ദിവസം മുമ്പ് യാത്ര ചെയ്ത് വന്ന ആളുകൾ അവരെല്ലാം പോയി. നമ്മുടെ സംഘടനാ സ്നേഹികളായ കുറച്ച് പേരെങ്കിലും നമുക്ക് പ്രതിനിധികളായതുകൊണ്ട് പോകാൻ പറ്റാതെ കൊണ്ടിരിക്കുന്ന ആളുകളൊക്കെ നമ്മുടെ വീടുണ്ട്. ഏതായാലും അവർക്കൊക്കെ ആദ്യം നന്ദിപ്പിച്ചുകൊണ്ട് ചടങ്ങിലേക്ക് കടക്കുകയാണ്. കാരണം കൂടുതൽ കാര്യങ്ങൾ പറയുന്നില്ല. ഏതായാലും ഈ മഹാസമ്മേളനം വിജയിപ്പിക്കാൻ എത്തിച്ചേർന്ന മുഴുവൻ പേരെയും ആദ്യം തന്നെ എറണാകുളം ജില്ലാ കമ്മിറ്റിയുടെ ഈ